ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു 50 MCQ ക്വസ്റ്റ്യൻസ് ആണ് ജൂനിയർ ജിയോഫിസിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 50 MCQ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അത് MCQ പറയുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ബേസിക് ഫാക്ട്സുകൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ് ആ ഒരു സെഷനിലേക്ക് പോകാം. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഭൂമിയുടെ അടിയിൽ യൂണിഫോം ആയിരിക്കില്ല. ഇതിനെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് സോണായിട്ട് തിരിച്ചിരിക്കുന്നു. ആ രണ്ട് സോൺ ഏതാണ്? അൺസാച്ചുറേറ്റഡ് സോണ് ആൻഡ് സാച്ചുറേറ്റഡ് സോൺ. എന്തൊക്കെയാണ് അൺസാച്ചുറേറ്റഡ് സോൺ? പിന്നെ ഏതാണ് സാച്ചുറേറ്റഡ് സോൺ? അല്ലേ, ഇപ്പം രണ്ട് സോണുകളാണ് ഉള്ളത്. അൺസാച്ചുറേറ്റഡ് സോണിന് മറ്റൊരു പേര് പറയും, എന്താണ്? വഡോസ് സോൺ എന്ന് പറയും കേട്ടോ. അതുപോലെ സാച്ചുറേറ്റഡ് സോണിന് വേറൊരു പേര് പറയും, ഫ്രിയാറ്റിക് സോൺ. ക്ലിയർ ആണല്ലോ? ഇനി അൺസാച്ചുറേറ്റഡ് സോൺ അഥവാ വഡോ സോൺ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ജലമില്ല, അപൂർണമായിട്ട് ജലം നിറച്ച മേഖല എന്നതാണ് അൺസാച്ചുറേറ്റഡ് സോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സാച്ചുറേറ്റഡ് സോൺ എന്നല്ലേ. സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ജലം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അപ്പോൾ അൺസാച്ചുറേറ്റഡ് സോണിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇത് ഭൂമിയുടെ സർഫസിന് താഴെയുള്ള സോണാണ്. ഭൂമിയുടെ സർഫസിന് താഴെയുള്ള സോണാണ് അൺസാച്ചുറേറ്റഡ് സോൺ. ഈ സോണിലെ പോർട്സിൽ എയറും വാട്ടറും ഉണ്ടാകും. എയറും കാണും, എയർ കണ്ടന്റും കാണും, അതുപോലെ വാട്ടർ കണ്ടന്റും കാണും. ഈ ഭാഗത്തെ വാട്ടറിനെ വഡോസ് വാട്ടർ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? വഡോസ് വാട്ടർ. എന്താണ്? വഡോസ് സോൺ ആയതുകൊണ്ട് നമ്മളിവിടെ വഡോസ് വാട്ടർ എന്ന് വിളിക്കുന്നു. അൺസാച്ചുറേറ്റഡ് സോണിനെ 3 സബ് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അൺസാച്ചുറേറ്റഡ് സോണിനെ 3 സബ് സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് സോയിൽ വാട്ടർ സോൺ, ഇന്റർമീഡിയറ്റ് സോൺ, കാപ്പിലറി, ഫ്രിഞ്ച് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? സോയിൽ വാട്ടർ സോൺ, പിന്നെ വരുന്നത് ഇന്റർമീഡിയറ്റ് സോൺ, പിന്നെ വരുന്നത് കാപ്പിലറി ഫ്രിഞ്ച്. നോക്കാം. സോയിൽ വാട്ടർ സോൺ ഇത് ഏറ്റവും മുകളിലുള്ള സോണാണ്. ഇവിടുത്തെ വാട്ടറാണ് പ്ലാന്റ് റൂട്ട്സ് ഒക്കെ അബ്സോർപ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ സോണിൽ 3 തരം വാട്ടർ ഉണ്ട്. സോയിൽ വാട്ടർ സോണിൽ എത്ര തരം വാട്ടർ ഉണ്ട്? 3 തരം വാട്ടർ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സോയിൽ വാട്ടർ സോണിലുള്ള 3 തരം സോണുകൾ അല്ലെ, വാട്ടറുകൾ. അതിന് നമ്മൾ പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. എന്താണ്? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. രണ്ടാമത്തത് കാപ്പിലറി വാട്ടർ. മൂന്നാമത്തത് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ സോയിൽ പാർട്ടിക്കിൾസിൽ വളരെ സ്ട്രോങ്ലി ഹെൽഡ് ആയിട്ട് ഉള്ളതാണ് കേട്ടോ. സോയിൽ പാർട്ടിക്കിൾസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പ്ലാന്റ്സിന് അൺഅവൈലബിൾ ആണിത്. ഇത് ഹ്യൂമിഡ് എയറിൽ നിന്നാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഹ്യൂമിഡ് ആയിട്ടുള്ള എയർ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഇത് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് കാപ്പിലറി വാട്ടർ ആണ്. സർഫസ് ടെൻഷന്റെ കാരണം സോയിൽ പോർസിൽ ഹോൾഡ് ചെയ്യപ്പെടുന്ന വാട്ടറാണ് കാപ്പിലറി വാട്ടർ. ഇത് പ്ലാന്റ്സിന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്താണ്? പ്ലാന്റ്സിന് അവൈലബിൾ അല്ല. അതേസമയം ഏത് വാട്ടർ അവൈലബിൾ ആണ്? കാപ്പിലറി വാട്ടർ. സോയിൽസിന് എന്ത് ചെയ്യാൻ പറ്റും? സോയിൽസിലൂടെ ആർക്ക് അവൈലബിൾ ആണ്? സോയിൽ പോർസിൽ ഹോൾഡ് ചെയ്യപ്പെടുന്ന വാട്ടറാണ്. ഇത് ആർക്ക് അവൈലബിൾ ആണ്? പ്ലാന്റ്സിന് അവൈലബിൾ ആണ്. ഇത് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റിയുടെ കാരണം താഴേക്ക് മൂവ് ചെയ്യുന്ന വാട്ടറാണിത്. സാൻഡി ഓയിലിൽ ഇത് വേഗത്തിൽ നഷ്ടപ്പെടുന്നു കേട്ടോ. അതായത് ഗ്രാവിറ്റിയുടെ കാരണം താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പം സാൻഡി ഓയിലൊക്കെ ആണെങ്കിൽ ഇത് വേഗത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു സോയിൽ വാട്ടർ സോൺ കഴിഞ്ഞ് അടുത്ത ഏത് സോണാണ്? ഇന്റർമീഡിയറ്റ് സോൺ. അപ്പോൾ ഇന്റർമീഡിയറ്റ് സോൺ എന്താണെന്ന് നോക്കാം. ഇതാണ് ഇന്റർമീഡിയറ്റ് സോൺ അല്ലേ. സോയിൽ വാട്ടർ സോണിനും ലാസ്റ്റ് വരുന്ന കാപ്പിലറി സോൺ അല്ലെങ്കിൽ കാപ്പിലറി ഫ്രിഞ്ചിനും ഇടയിലുള്ളതാണല്ലോ ഇന്റർമീഡിയറ്റ് സോൺ എന്ന് പറയുന്നത്. ഈ സോണിലെ വാട്ടർ വളരെ സാവധാനത്തിൽ ഇൻഫിൽട്രേഷൻ വഴി താഴേക്ക് നീങ്ങും. അങ്ങനെ വരുമ്പോൾ ഷാലോ വാട്ടർ ടേബിൾ ഉള്ളപ്പോൾ, വാട്ടർ ടേബിൾ എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഈ ഷാലോ വാട്ടർ ടേബിൾ ഉള്ളപ്പോൾ ഇന്റർമീഡിയറ്റ് സോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും സാച്ചുറേറ്റഡിനും അൺസാച്ചുറേറ്റഡിനും ഇടയിലുള്ള ആ ഒരു പോർഷനാണ്. കാപ്പിലറി ഫ്രിഞ്ച് അടുത്തത്. ഓക്കെ, കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയുന്നത് ഇത് സാച്ചുറേറ്റഡ് സോണിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നു.
ഇവിടെയുള്ള വാട്ടറിന് നെഗറ്റീവ് പ്രഷർ അഥവാ കാപ്പിലറി ടെൻഷൻ ഉണ്ട് കേട്ടോ. സോയിൽ ടെക്സ്ചർ അനുസരിച്ച് ഈ സോണിന്റെ തിക്നെസ് വ്യത്യാസപ്പെടാം. ഫൈൻ ക്ലേ ഉള്ള സോയിലിൽ കാപ്പിലറി റൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാപ്പിലറി ഫ്രിഞ്ച് വഡോസ് സോണിനെയും സാച്ചുറേറ്റഡ് സോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അത് കാപ്പിലറി ഫ്രിഞ്ച് ആണ്. ഇനി വാട്ടർ ടേബിൾ എന്നത് അൺസാച്ചുറേറ്റഡ് സോണിനെയും സാച്ചുറേറ്റഡ് സോണിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി ആണ്. ഇത് മൺസൂൺ പോലുള്ള സമയങ്ങളിൽ റെയിൻഫാൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഉയരുകയും ഡ്രൗട്ട് സമയത്ത്, അതായത് വരൾച്ച വരുന്ന സമയത്ത് താഴുകയും ചെയ്യും. അതായത് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ജലനിരപ്പാണ് അല്ലേ? അപ്പോൾ അതിങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് വാട്ടർ ടേബിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ജലനിരപ്പ് മാറിക്കൊണ്ടിരിക്കും. പീസോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട് കേട്ടോ. എന്താണ് പീസോമീറ്റർ? PIEZOMETR. പീസോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? വാട്ടർ ടേബിളിന്റെ ലെവൽ അളക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, കാപ്പിലറി ഫ്രിഞ്ച് വഡോസ് സോണിനെയും സാച്ചുറേറ്റഡ് സോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എന്നാൽ ഇത് വാട്ടർ ടേബിളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് വെച്ചാൽ, വാട്ടർ ടേബിൾ എന്നത് ബൗണ്ടറിയാണ്, ഒരു അതിർത്തിയാണ്. കാപ്പിലറി ഫ്രിഞ്ച് എന്നത് ആ ബൗണ്ടറിയുടെ തൊട്ട് മുകളിലുള്ള ഒരു സോണാണ്. അതായത് വാട്ടർ ടേബിൾ അൺസാച്ചുറേറ്റഡ് സോണിനെയും വഡോസ് സോൺ ആണ് അൺസാച്ചുറേറ്റഡ് സോൺ, അതിനെയും സാച്ചുറേറ്റഡ് സോണിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി ആണെങ്കിൽ ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷറിന് തുല്യമായിരിക്കും. ഇനി കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ ഇത് വാട്ടർ ടേബിളിന് തൊട്ട് മുകളിലുള്ള ഒരു സോണാണ്. ഈ സോണിൽ വാട്ടർ കാപ്പിലറി ആക്ഷൻ കാരണം മുകളിലേക്ക് എന്ത് ചെയ്യും? ഉയർത്തപ്പെടുന്നു. ഇവിടെ വാട്ടറിന് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും വാട്ടർ ടേബിളും കാപ്പിലറി ഫ്രിഞ്ചും തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്? വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സാച്ചുറേറ്റഡ് സോൺ ആണ് അല്ലേ? പൂർണ്ണമായി ജലം നിറഞ്ഞ മേഖല. വാട്ടർ ടേബിളിന് താഴെയുള്ള സോണാണ് ഏതെന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് സോൺ. ഈ സോണിലെ എല്ലാ പോർട്സും പൂർണ്ണമായി വാട്ടർ കൊണ്ട് നിറഞ്ഞിരിക്കും, ഫിൽഡ് ആയിരിക്കും. ഇതിനെ ഫ്രിയാറ്റിക് സോൺ എന്ന് പറയുന്നു നമ്മൾ പറഞ്ഞു. ഇവിടെയുള്ള വാട്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന്റെ കീഴിലായിരിക്കും. വെൽസിന് വേണ്ട, അതായത് കിണറിന് വേണ്ട വാട്ടർ ലഭിക്കുന്നത് ഈ സോണിൽ നിന്നാണ്. ഇവിടെയുള്ള വാട്ടറിനെയാണ് നമ്മൾ പൊതുവെ എന്തെന്ന് പറയുന്നത്? ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ MCQ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പം അതെന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദ സോൺ വെയർ പോർസ് കണ്ടെയ്ൻ ബോത്ത് എയർ ആൻഡ് വാട്ടർ ഇസ് കോൾഡ്. നമ്മൾ പറഞ്ഞു എയറും വാട്ടറും ഉള്ളത് എന്താണ്? പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്യാത്തതാണ് അല്ലേ? അൺസാച്ചുറേറ്റഡ് സോൺ ആണ്. അതിന് നമ്മൾ മറ്റൊരു പേര് പറഞ്ഞല്ലോ, എന്താണ്? വഡോസ് സോൺ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? വഡോസ് സോൺ. അതായത് വഡോസ് സോണിന് വേറൊരു പേരൂടെ പറയും അല്ലേ? സോൺ ഓഫ് എയറേഷൻ ആണ്. സോയിൽ പോർസ് അവിടെ എയറും വാട്ടറും രണ്ടും അടങ്ങിയിട്ടുള്ള സോണാണ്. ഈ ഭാഗത്തെ വാട്ടർ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കാരണം എന്ത് ചെയ്യും? താഴേക്ക് പോകുന്നു. സാച്ചുറേറ്റഡ് സോൺ നമ്മുടെ ആൻസർ ആണോ? അല്ല. എന്തുകൊണ്ട്? എന്നത് എല്ലാ പോർസും പൂർണ്ണമായും വാട്ടർ കൊണ്ട് നിറഞ്ഞ ഭാഗമാണ്. അപ്പോൾ അവിടെ എയർ കണ്ടന്റ് ഇല്ലല്ലോ. പിന്നെ വരുന്നത് വാട്ടർ ടേബിൾ ഓപ്ഷൻ എന്നത് സോണിനെ തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി മാത്രമാണ്. അപ്പോൾ നമുക്കത് സോണായിട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ശരിക്കും സാച്ചുറേറ്റഡ് സോണിനെയും അൺസാച്ചുറേറ്റഡ് സോണിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് വാട്ടർ ടേബിൾ. പിന്നെ അക്വിഫർ. അക്വിഫർ എന്നത് വാട്ടറിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിവുള്ള ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ, ഒരു സ്പെസിഫിക് സോൺ അല്ല, അതൊരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. അതുകൊണ്ട് അക്വിഫർ നമ്മുടെ ആൻസർ അല്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വഡോസ് സോൺ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2. ദ സോയിൽ വാട്ടർ സോൺ ഈസ് ഇമ്പോർട്ടൻറ്റ് മെയിൻലി ഫോർ. സോയിൽ വാട്ടർ സോൺ എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ആണോ, വാട്ടർ ടേബിൾ റീചാർജിന് വേണ്ടിയിട്ടാണോ, പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണോ, കാപ്പിലറി റൈസിന് വേണ്ടിയിട്ടാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ശരിയായ ഉത്തരം പ്ലാന്റ് ഗ്രോത്ത്. സോയിൽ വാട്ടർ സോണിലുള്ള വാട്ടറാണ് പ്ലാന്റ്സ് അവയുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. സോയിൽ വാട്ടർ സോണിലുള്ളത്. അതിനാൽ ഈ സോണിന്റെ പ്രാധാന്യം പ്ലാന്റ് ഗ്രോത്ത് ആണ്. ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ നടക്കുന്നത് പ്രധാനമായും സാച്ചുറേറ്റഡ് സോണിലാണ്. ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ സാച്ചുറേറ്റഡ് സോണിലാണ് നടക്കുന്നത്, ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. ഓക്കെ, വാട്ടർ ടേബിൾ റീചാർജ് ഒരു പ്രോസസ്സാണ്, സോണിന്റെ പ്രാധാന്യമല്ല. റീചാർജ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ്, ജസ്റ്റ് ഒരു പ്രോസസ്സ്. ഇനി വരുന്നത് കാപ്പിലറി റൈസ് നടക്കുന്നത് കാപ്പിലറി സോണിലാണ്. ഇത് സോയിൽ വാട്ടർ സോണിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ്. സോയിൽ വാട്ടർ സോണിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ് കാപ്പിലറി സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത് ആർക്കാണ്? അപ്പോൾ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഈസ്. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്നത് എന്താണ്? പ്ലാന്റ്സിനാണോ അവൈലബിൾ ആയിട്ടുള്ളത്? ലോസ് ക്വിക്ലി ഫ്രം സോയിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. സ്ട്രോങ്ലി ഹെൽഡ് ആൻഡ് അൺഅവൈലബിൾ ടു പ്ലാന്റ്സ്. ഫൗണ്ട് ഓൺലി ഇൻ കൺഫൈൻഡ് അക്വിഫേഴ്സ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്താണ് അല്ലെ? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ പറഞ്ഞപ്പോൾ എന്താ നമ്മുടെ ഉത്തരം പറഞ്ഞത്? സ്ട്രോങ്ലി ഹെൽഡ് ആൻഡ് അൺഅവൈലബിൾ ടു പ്ലാന്റ്സ്. സ്ട്രോങ്ലി ഹെൽഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിന് അത് അൺഅവൈലബിൾ ആണ്. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്നത് സോയിൽ പാർട്ടിക്കിൾസ് വളരെ സ്ട്രോങ്ലി ഹെൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് ഉപയോഗിക്കാൻ കഴിയാത്തതുമായ വാട്ടറാണ്.
അതാണ് നമ്മുടെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിന്റെ ഡെഫിനേഷൻ. അവൈലബിൾ ടു പ്ലാന്റ്സ് എന്നത് കാപ്പിലറി വാട്ടറിന്റെ സ്വഭാവമാണ് അല്ലേ. കാപ്പിലറി വാട്ടറിനാണ് ശരിക്കും പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. ലോസ് ക്വിക്ലി ഫ്രം സോയിൽ എന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടറിന്റെ സ്വഭാവമാണ്. ഗ്രാവിറ്റേഷണൽ വാട്ടറാണ് പെട്ടെന്ന് സോയിൽ നിന്ന് എന്താകുന്നത്, നഷ്ടപ്പെടുന്നത്. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ കാണപ്പെടുന്നത് സോയിൽ വാട്ടർ സോണിലാണ്, ഇവിടെ കൺഫൈൻഡ് അക്വിഫയറിൽ അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ്ലി ഹെൽഡ് ആൻഡ് അൺഅവൈലബിൾ ടു പ്ലാന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വാട്ടർ ഇസ് ഹെൽഡ് ബൈ സർഫസ് ടെൻഷൻ ആൻഡ് അൺഅവൈലബിൾ ടു പ്ലാന്റ്സ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ടൈപ്പ് വാട്ടറാണ് സർഫസ് ടെൻഷൻ മുഖേന ഹെൽഡ് ചെയ്തിരിക്കുന്നതും പ്ലാന്റ്സിന് അവൈലബിൾ ആയതുമായിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ ഇതാണ്. സർഫസ് ടെൻഷന്റെ കാരണം പിടിക്കപ്പെടാത്ത കാരണം പ്ലാന്റ്സിന് ലഭ്യമായതുമായ വാട്ടർ ഏതാണ്? ഗ്രാവിറ്റേഷൻ വാട്ടർ ഓപ്ഷനിലുണ്ട്, ആർട്ടിഫിഷ്യൽ വാട്ടർ ഓപ്ഷനുണ്ട്, പിന്നെന്താണ് നെക്സ്റ്റ് വരുന്നത് ഓപ്ഷൻസ്, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉണ്ട്, കാപ്പിലറി വാട്ടർ ഉണ്ട് അല്ലേ. കാപ്പിലറി ആക്ഷൻ മുഖേനയാണ് വാട്ടറിൽ എന്ത് ചെയ്യുന്നത്, താഴ്ന്ന വെള്ളം ഇങ്ങനെ പെയ്യും സാവധാനം മുകളിലേക്ക് പോകുന്നു, അങ്ങനെയാണ് വാട്ടറിന് കിട്ടുന്നത്. കാപ്പിലറി വാട്ടറാണ് സർഫസ് ടെൻഷന്റെ കാരണം സോയിൽ പോഴ്സിൽ ഹോൾഡ് ചെയ്യപ്പെടുന്നതും പ്ലാന്റ്സിന് അവൈലബിൾ ആയതുമായിട്ടുള്ള വാട്ടർ. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഗ്രാവിറ്റേഷണൽ വാട്ടർ മൂവ്സ് ത്രൂ ദ സോയിൽ ഡ്യൂ ടു ഓസ്മോസിസ്, കാപ്പിലാരിറ്റി, ഗ്രാവിറ്റി, പെർമിറ്റിവിറ്റി. ഏത് ആൻസർ? ഗ്രാവിറ്റി അല്ലേ. ഗ്രാവിറ്റേഷണൽ വാട്ടർ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗ്രാവിറ്റിയുടെ കാരണം താഴേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ഓസ്മോസിസ് എന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ്. കാപ്പിലാരിറ്റി എന്നത് വാട്ടറിനെ മുകളിലേക്ക് നീങ്ങാൻ സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണ് അല്ലേ. പെർമിബിലിറ്റിയോ അത് വാട്ടറിനെ സോയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സോയിലിന്റെ കഴിവാണ്, അതൊരു ഫോഴ്സ് അല്ല. പെർമിബിലിറ്റി ഒരിക്കലും എന്തല്ല, ഒരു ഫോഴ്സ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സോൺ ഓഫ് എയറേഷൻ ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് സോയിൽ വാട്ടർ സോൺ, ഇന്റർമീഡിയറ്റ് സോൺ, കാപ്പിലറി ഫ്രിഞ്ച്, സാച്ചുറേറ്റഡ് സോൺ. ദ സോൺ ഓഫ് എയറേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? സോയിൽ വാട്ടർ സോൺ ഉണ്ട്, ഇന്റർമീഡിയറ്റ് സോൺ ഉണ്ട്, കാപ്പിലറി ഫ്രിഞ്ച് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, സാച്ചുറേറ്റഡ് സോൺ. സോൺ ഓഫ് എയറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്, സാച്ചുറേറ്റഡ് സോൺ. അത് കംപ്ലീറ്റ്ലി ജലം നിറഞ്ഞിരിക്കില്ലേ. മാത്രമല്ല സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടന്റും ഉണ്ട്, അവിടെ എയർ കണ്ടന്റും ഉണ്ട്. പക്ഷെ സാച്ചുറേറ്റഡ് സോണിൽ ഓൺലി വാട്ടർ കണ്ടന്റ് മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സാച്ചുറേറ്റഡ് സോൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സോൺ ഓഫ് സാച്ചുറേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ സോൺ ഓഫ് സാച്ചുറേഷൻ. എന്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഓർമ്മയുണ്ടോ? ഏതാണ്? 4 ഓപ്ഷൻസ്: വഡോസ്, കാപ്പിലറി, ഫ്രിയാറ്റിക്, സോയിൽ സോൺ. വഡോസ് നമ്മൾ പറഞ്ഞു അൺസാച്ചുറേറ്റഡ് സോൺ ആണെന്ന്. അപ്പം ഫ്രിയാറ്റിക് ആണല്ലോ സാച്ചുറേറ്റഡ് സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്, ആണോ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഫ്രിയാറ്റിക് സോൺ ആണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ബൗണ്ടറി ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സോൺ ഈസ് കോൾഡ് ദ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സോൺ തമ്മിലുള്ള ബൗണ്ടറി എന്താണ്? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ, വാട്ടർ ടേബിൾ. ഓക്കെ, വാട്ടർ ടേബിൾ ആണ് നമ്മുടെ ആൻസർ. വാട്ടർ ടേബിൾ ആണ് അൺസാച്ചുറേറ്റഡ് സോണിനെയും സാച്ചുറേറ്റഡ് സോണിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി. പിന്നെ വരുന്ന ഓപ്ഷൻസിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അക്വിക്ലൂഡ് ഉണ്ട്, അക്വിഫർ ഉണ്ട്, കാപ്പിലറി സോൺ ഉണ്ട്. അക്വിക്ലൂഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്നത് വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുമായ ഒരു റോക്ക് ലെയർ ആണ്. അക്വിഫർ എന്ന് പറയുമ്പോൾ വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ജിയോളജിക്കൽ ഫോർമേഷൻ. ഇപ്പോൾ ഫോർമേഷൻ വരുമ്പോൾ അക്വിഫർ ആണ്. അക്വിക്ലൂഡ് എന്ന് പറയുന്നത് ഒരു റോക്കിന്റെ ലെയർ ആണ്, ഒരു റോക്ക് ലെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നതിനും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള റോക്ക് ലെയർ ആണ് അക്വിക്ലൂഡ് എങ്കിൽ ആ ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്, ഇതിന് വേണ്ടിയിട്ടുള്ള ജിയോളജിക്കൽ ഫോർമേഷൻ ആണ് നമ്മൾ അക്വിഫർ എന്ന് പറയുന്നത്. കാപ്പിലറി സോൺ എന്നത് വാട്ടർ ടേബിളിന് മുകളിലുള്ള ഒരു സബ് സോൺ ആണ്. വാട്ടർ ടേബിളിന്റെ മുകളിലുള്ള ഒരു ചെറിയ സബ് സോൺ ആണ് എന്തെന്ന് പറയുന്നത്, കാപ്പിലറി സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഇൻ ദ കാപ്പിലറി ഫ്രിഞ്ച് ഈസ് ഹെൽഡ് അറ്റ് ഹൈ പ്രഷർ, അറ്റ് നെഗറ്റീവ് പ്രഷർ, അറ്റ് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആസ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. നമ്മുടെ ആൻസർ എന്താണ്, ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, അറ്റ് നെഗറ്റീവ് പ്രഷർ. നോക്കാം, കാപ്പിലറി ഫ്രിഞ്ചിലുള്ള വാട്ടറിന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷറാണ് എപ്പോഴും കാണുക കേട്ടോ. കാപ്പിലറി ഫ്രിഞ്ചിലുള്ള വാട്ടറിന് ആരെക്കാളും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറേ കാണത്തുള്ളൂ. ഈ പ്രഷറിനെ കാപ്പിലറി ടെൻഷൻ എന്നും വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു, കാപ്പിലറി ടെൻഷൻ എന്നും വിളിക്കുന്ന പ്രഷർ ഏതാണ്, അവിടുത്തെ നെഗറ്റീവ് പ്രഷർ. ഇവിടുത്തെ നെഗറ്റീവ് പ്രഷർ കാപ്പിലറി ഫ്രിഞ്ചിലുള്ള നെഗറ്റീവ് പ്രഷർ. ഹൈ പ്രഷർ എന്ന് പറയുന്നത് കൺഫൈൻഡ് അക്വിഫയറിലാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് വരും അക്വിഫറിന്റെ കേസുകൾ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് വാട്ടർ ടേബിളിൽ അനുഭവപ്പെടുന്നു. കാപ്പിലറി ഫ്രിഞ്ചിലെ വാട്ടർ ഗ്രാവിറ്റേഷണൽ വാട്ടർ അല്ല, അത് കാപ്പിലറി ആക്ഷന്റെ കാരണം ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർ ഇൻ ദ കാപ്പിലറി ഫ്രിഞ്ച് ഹെൽഡ് അറ്റ് നെഗറ്റീവ് പ്രഷർ. ഓക്കെ ആണല്ലോ, അറ്റ് നെഗറ്റീവ് പ്രഷർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
10ാമത്തെ ക്വസ്റ്റ്യൻ, ദ കേപ്ലറി റൈസ് ഇസ് ഗ്രേറ്റർ ഇൻ. കേപ്ലറി റൈസ് ഏറ്റവും കൂടുതൽ എവിടെയാണെന്നാണ്. കോഴ്സ് ആൻഡ്, ഫൈൻ ക്ലേ, ഗ്രേവൽ, വെതേർഡ് റോക്സ്. ആൻസർ നമുക്ക് കാണാമല്ലോ അല്ലേ, ഫൈൻ ക്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കേപ്ലറി റൈസിന്റെ അളവ് സോയിൽ പാർട്ടിക്കിൾസിന്റെ സൈസിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പാർട്ടിക്കിൾസിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് പോർ സ്പേസ് ചെറുതാകും. പോർ സ്പേസ് ചെറുതാകുമ്പോൾ കേപ്ലറിറ്റി ആക്ഷൻ അത് വർദ്ധിപ്പിക്കും. ഫൈൻ ക്ലേക്ക് കോൾ സാൻഡിനേക്കാളും ഗ്രേവലിനേക്കാളും ഒക്കെ വളരെ ചെറിയ പാർട്ടിക്കിൾസും പോർ സ്പേസും ഒക്കെയാണ് ഉള്ളത്. പോർസ് മീൻസ് എന്താണ്? പോർസ്, ചെറിയ സുഷിരങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേപ്ലറി റൈസ് ഏറ്റവും കൂടുതൽ ഫൈൻ ക്ലേയിലായിരിക്കും. ഓക്കെ, കുറച്ച് സ്പീഡ് കൂട്ടണം. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റർമീഡിയറ്റ് സോൺ ലൈസ് ബിറ്റ്വീൻ കേപ്ലറി സോൺ ആൻഡ് വഡോസ് സോൺ. ഇന്റർമീഡിയറ്റ് സോൺ ലൈസ് ബിറ്റ്വീൻ, ഇതിൻ്റെയൊക്കെ ഇടയിലെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇന്റർമീഡിയറ്റ് സോൺ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? സോയിൽ സോൺ ആൻഡ് കാപ്പിലറി സോൺ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. സോയിൽ സോൺ ആൻഡ് കാപ്പിലറി സോൺ. ഇന്റർമീഡിയറ്റ് സോൺ എന്നത് സോയിൽ സോണിനും കാപ്പിലറി സോണിനും ഇടയിലുള്ള ഒരു ഭാഗം. ഈ വഡോസ് സോണിന്റെയും, അതായത് അൺസാച്ചുറേറ്റഡ് സോണിന്റെ ഒരു ഭാഗമാണ്. വഡോസ് സോണിന്റെ ഭാഗമാണ് ഇന്റർമീഡിയറ്റ് സോൺ. പക്ഷേ ഇത് സോയിൽ സോണിന്റെ കാപ്പിലറി സോണിന്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ്. എന്നാൽ അതിനിടയിലല്ല, വഡോസ് സോണിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വഡോസ് സോൺ ആൻഡ് കാപ്പിലറി സോൺ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. സോയിൽ സോൺ ആൻഡ് കാപ്പിലറി സോൺ ആണ് ആൻസർ. പിന്നെ അക്വിഫർ, അക്വിക്ലൂഡ്, അക്വിഫർ ടൈപ്സ് ആണ്. ഇത് സോണൊന്നുമല്ല. അത് നമ്മൾ പലതായിട്ട് പറഞ്ഞു, പലതവണ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. വെൻ ഓൾ സോയിൽ പോഴ്സ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ ദ കണ്ടീഷൻ ഈസ്. എല്ലാ സോയിൽ പോഴ്സും വാട്ടർ കണ്ടന്റ് വെച്ച് ഫിൽഡ് ആണ്. അതിന് നമ്മൾ എന്ത് പറയും? സാച്ചുറേറ്റഡ് അല്ലേ. സാച്ചുറേറ്റഡ് എന്ന് പറയാം. എയറേറ്റഡ് അല്ല, പാർഷ്യലി സാച്ചുറേറ്റഡ് അല്ല, ആർട്ടിഫിഷ്യൽ അല്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാച്ചുറേറ്റഡ് ആണ്. എല്ലാ പോഴ്സും പൂർണ്ണമായും വാട്ടർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് സോൺ ഓഫ് സാച്ചുറേഷൻ അഥവാ ഫ്രിയാറ്റിക് സോൺ എന്ന് പറയുന്നത്. എയറേറ്റഡ് എന്നാൽ പോഴ്സിൽ എയറും ഉണ്ട് വാട്ടറും ഉണ്ട് എന്ന അവസ്ഥയാണ്. പാർഷ്യലി സാച്ചുറേറ്റഡ് എന്നാൽ ഭാഗികമായി മാത്രം വാട്ടർ നിറഞ്ഞ അവസ്ഥയാണ്. ഇനി ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാലോ ഒരു പ്രത്യേകതരം കൺഫൈൻഡ് അക്വിഫറുമായി ബന്ധപ്പെട്ടതാണ്, ഒരു ജനറൽ കണ്ടീഷൻ അല്ല. നമ്മുടെ ആൻസർ ഒക്കെ മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യാം. ദ കാപ്പിലറി ഫ്രിഞ്ച് ഈസ് ഫൗണ്ട്. കാപ്പിലറി ഫ്രിഞ്ച് എവിടെയാണ്? ജസ്റ്റ് എബോവ് ദ വാട്ടർ ടേബിൾ ആണല്ലോ. നമ്മളത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ജസ്റ്റ് എബോവ് ദ വാട്ടർ ടേബിൾ. ഒരു വിധമുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കിട്ടുന്ന വേണം. പിന്നെ നമ്മളത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കാണുമ്പോഴാണ് ഇതിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ഒരു ഇത് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്. കാപ്പിലറി ഫ്രിഞ്ച് എന്നത് വാട്ടർ ടേബിളിന് തൊട്ട് മുകളിലുള്ള ഒരു സോണാണ്. ഈ വാട്ടർ ടേബിളിനെയും അതുപോലെ തന്നെ അതിന് മുകളിലുള്ള മറ്റ് സോൺസിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു ഫ്രിഞ്ചാണ് കേട്ടോ, കാപ്പിലറി ഫ്രിഞ്ച്. ഇത് സാച്ചുറേറ്റഡ് സോണിന്റെ താഴെയല്ല, അക്വിഫറിന് അകത്തുമല്ല. ഇന്റർമീഡിയറ്റ് സോണിന് താഴെയാണ് കാപ്പിലറി സോൺ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. കാപ്പിലറി ഇന്റർമീഡിയറ്റ് ഫ്രിഞ്ചിന്റെ താഴെയാണ്. അപ്പം എന്ത് ഇന്റർമീഡിയറ്റ് ഫ്രിഞ്ച് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ജസ്റ്റ് അബോവ് ദ വാട്ടർ ടേബിളാണ് കാപ്പിലറി ഫ്രിഞ്ച് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അടുത്ത് വരുന്നതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ദ തിക്നെസ് ഓഫ് ദ കാപ്പിലറി സോൺ ഡിപ്പെൻഡ്സ് ഓൺ. കാപ്പിലറി സോണിന്റെ തിക്നെസ് ടെമ്പറേച്ചറിനെയാണോ, സോയിൽ കളറിനെയാണോ, സോയിൽ ടെക്സ്ചർ ആണോ, ഗ്രാവിറ്റി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നമുക്കറിയാലോ, സോയിൽ ടെക്സ്ചർ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, കാപ്പിലറി ആക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ. കാപ്പിലറി സോണിന്റെ തിക്നെസ് സോയിൽ പാർട്ടിക്കിൾസിന്റെ സൈസിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഫൈൻ ക്ലേ പോലുള്ള സോയിലിൽ കാപ്പിലറി റൈസ് കൂടുതലായതിനാൽ തിക്നെസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ, സോയിൽ കളർ, ഗ്രാവിറ്റി എന്നിവ കാപ്പിലറി സോണിന്റെ തിക്നെസ്സിനെ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ദ അൺസാച്ചുറേറ്റഡ് സോൺ ഈസ് ഓൾസോ കോൾഡ്. അൺസാച്ചുറേറ്റഡ് സോൺ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. അൺസാച്ചുറേറ്റഡ് സോൺ നമ്മൾ ഇതിനു മുമ്പ് ഓപ്ഷൻസ് വേറെ ആയിരുന്നു, ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓർക്കാൻ കഴിയുന്നുണ്ടോ? റിവൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അൺസാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത് ഏതാണ്? വഡോസ് സോൺ. ഏതാണ്? വഡോസ് സോൺ. അപ്പോൾ നമ്മുടെ അവിടെ നേരത്തെ നമ്മൾ വേറെ ഓപ്ഷൻ ആയിട്ടാണ് അല്ലേ കണ്ടത്. എന്താണ്? വഡോസ് സോൺ ആണ് അൺസാച്ചുറേറ്റഡ് സോൺ. ഗ്രാവിറ്റേഷണൽ വാട്ടർ ഈസ് ക്വിക്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടർ ഈസ് ക്വിക്ലി ലോസ്റ്റ് ഇൻ. ഗ്രാവിറ്റേഷണൽ വാട്ടർ പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് എവിടെയാണ്? സാൻഡി സോയിലാണ് നഷ്ടപ്പെടുന്നത്. സാൻഡി സോയിലിന് വലിയ ഫോഴ്സ് ആണ് അല്ലേ. അപ്പം ഗ്രാവിറ്റേഷണൽ വാട്ടർ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി അങ്ങ് പോകും. അതായത് പെട്ടെന്ന് നഷ്ടപ്പെടും. ക്ലേ സോയിലിന് വളരെ ചെറിയ ഫോഴ്സ് ഉള്ളതിനാൽ വാട്ടറിനെ കൂടുതൽ നേരം അതിന് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിർത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ ഇൻ ദ സോയിൽ വാട്ടർ സോൺ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. എന്താണ്? സോയിൽ പൊറോസിറ്റി ആണ് കേട്ടോ. അതായത് അതിൻ്റെ പൊറോസിറ്റി, അതിൻ്റെ ഹോളുമായിട്ട് ബന്ധപ്പെട്ടത്. അല്ലെങ്കിൽ ആ സൃഷ്ടിയായിട്ട്
ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് പൊറോസിറ്റി എന്ന് പറയുന്നത്. ഒരു സോയിലിൽ എത്രമാത്രം വാട്ടർ ഉൾക്കൊള്ളാൻ കഴിയും എന്നത് അതിന്റെ പൊറോസിറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പൊറോസിറ്റി എന്നത് സോയിലിലെ ഓയിഡ്സിന്റെ അളവാണ് കേട്ടോ. എന്തിന്റെ അളവാണ്? എത്രത്തോളം വേക്കന്റ് സ്പേസ്, ഓയിഡ് എന്ന് വെച്ചാൽ എന്താണ്? എത്രത്തോളം വേക്കന്റ് സ്പേസ് അവൈലബിൾ ആണ്. പൊറോസിറ്റി എന്നത് ഓയിഡ്സിന്റെ അളവാണ്. അതിനാൽ സോയിലെ വാട്ടറിനെ പൊറോസിറ്റി നേരിട്ട് എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. വാട്ടറിന്റെ സോയിൽ വാട്ടർ സോൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനെയാണ്? സോയിൽ പൊറോസിറ്റിയാണ്. ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി വാട്ടറിന്റെ മൂവ്മെന്റിനെയാണ് സ്വാധീനിക്കുന്നത് കേട്ടോ. വിൻഡ് സ്പീഡും ബാരോമീറ്റർ പ്രഷറും ഒക്കെ ഇതിനെ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? സ്വാധീനിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. കേപ്പിലറി വാട്ടർ എക്സിസ്റ്റ് ആസ്. കേപ്പിലറി വാട്ടർ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. കേപ്പിലറി വാട്ടർ സോയിൽ പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു ഫിലിമായി, അതായത് ഒരു സസ്പെൻഡഡ് വാട്ടർ ഫിലിമായി നിലനിൽക്കുന്നു. ഇത് സർഫസ് ടെൻഷന്റെ കാരണം നിലനിൽക്കുന്നതാണ്. ഗ്രാവിറ്റേഷണൽ ഫ്രീ ഡ്രോപ്ലെറ്റ്സ് എന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടറിന്റെ സ്വഭാവമാണ്. സർഫസ് റൺ ഓഫ് എന്നത് ഭൂമിയുടെ സർഫസിലൂടെ വാട്ടർ ഒഴുകി പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സസ്പെൻഡഡ് വാട്ടർ ഫിലിംസ് ആയിട്ടാണ് കേപ്പിലറി വാട്ടർ എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഇസ് അബ്സോർബ്ഡ് ഫ്രം. എവിടെ നിന്നാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ അബ്സോർബ് ചെയ്യപ്പെടുന്നത്? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഹ്യൂമിഡ് എയറിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് അബ്സോർബ് ചെയ്യപ്പെട്ടത് സോയിൽ പാർട്ടിക്കിൾസിൽ ടൈറ്റ്ലി ഹോൾഡ് ചെയ്യപ്പെടുന്ന വാട്ടറാണ്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമിഡ് എയറിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമിഡ് എയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. കേപ്പിലറി വാട്ടർ ഇസ് ഹെൽഡ് ഡ്യൂ ടു. കേപ്പിലറി വാട്ടർ എങ്ങനെയാണ് ഹെൽഡ് ചെയ്തേക്കുന്നത്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഇത് റിവിഷൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇത് വേറെ എവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കേപ്പിലറി വാട്ടർ ഇസ് ഹെൽഡ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഇനി എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് 21 ക്വസ്റ്റ്യൻ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ടർ ടേബിൾ റൈസസ് ഡ്യൂറിങ്. വാട്ടർ ടേബിൾ വരുന്നത് എപ്പോഴാണ്? എക്സസ് പമ്പിങ്, ഡ്രോട്ട്, മൺസൂൺ, എർത്ത്. ആൻസർ എന്താണ്? മൺസൂൺ ആണ്. മൺസൂൺ കാലത്ത് റെയിൻഫാൾ കൂടും. അങ്ങനെ വരുമ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വാട്ടറിന്റെ അളവ് കൂടും. ഇത് ഗ്രൗണ്ട് വാട്ടറിനെ റീചാർജ് ചെയ്യുകയും വാട്ടർ ടേബിളിനെ ഉയർത്തുകയും ചെയ്യുന്നു. ഇതുപോലെ എക്സസ് പമ്പിങ് നടക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിന്റെ അളവ് കുറയുകയും വാട്ടർ ടേബിൾ താഴുകയും ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഡ്രൗട്ട് വരുമ്പോഴോ? കാലത്ത് മഴ കുറവായതുകൊണ്ട് ഡ്രൗട്ട് വരുന്ന സമയത്ത്, ഡ്രൗട്ട് കാലത്ത് എന്ത് ചെയ്യുന്നു? ഡ്രൗട്ട് സമയത്ത് മഴ കുറവായതുകൊണ്ട് റീചാർജിങ് കുറയുകയും വാട്ടർ ടേബിൾ എന്ത് ചെയ്യും? താഴുകയും ചെയ്യുന്നു. എർത്ത് എന്ന് പറയുന്നത് വാട്ടർ ടേബിളിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മൺസൂൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ദ സോൺ വിത്ത് പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് ഈസ് കോൾഡ്. പ്രഷർ ലെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവ് പ്രഷറുള്ള സോണിനെ നമ്മൾ പറയുന്നത് കാപ്പിലറി ഫ്രിഞ്ച് അല്ലേ. ഇത് വേറൊരു കണ്ടക്സ്റ്റിൽ ആ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. വേറൊരു രീതിയിലായിരുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം ദ സോൺ വിത്ത് പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് ഈസ് കാപ്പിലറി ഫ്രിഞ്ച്. കാപ്പിലറി ഫ്രിഞ്ചിലുള്ള വാട്ടറിന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷറാണ് അല്ലേ. ഈ പ്രഷറിന് കാപ്പിലറി ടെൻഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സാച്ചുറേറ്റഡ് സോണിലെ വാട്ടറിന് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. വാട്ടർ ടേബിളിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാണ്. വാട്ടർ ടേബിളിലെ പ്രഷർ എന്തിന് തുല്യമാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാണ്. ആർട്ടിഫിഷ്യൽ അക്വിഫർ ആണെങ്കിൽ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സോൺ വിത്ത് പ്രഷർ ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ആൾവേസ് കാപ്പിലറി ഫ്രിഞ്ച്. ആർട്ടിഫിഷ്യൽ അക്വിഫർ ആണെങ്കിൽ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവ് വരുന്ന സോൺ എന്താണ്? കാപ്പിലറി ഫ്രിഞ്ച്. കൂടുതൽ വരുന്ന ആർട്ടിഫിഷ്യൽ അക്വിഫർ ആണ്. അതിന് ഈക്വൽ ആയിട്ട് വരുന്നത് വാട്ടർ ടേബിൾ ആണ്. സാച്ചുറേറ്റഡ് സോൺ പറയുമ്പോൾ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ് പറയുന്നത് കേട്ടോ. അടുത്തത് കാപ്പിലറി സോൺ ആബ്സെന്റ് ഇൻ. എവിടെയാണ്? വാട്ടർ ലോഗ്ഡ് ലാൻഡിലാണ് കാപ്പിലറി സോൺ ആബ്സെന്റ് ആയിട്ട് കാണപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വാട്ടർ ലോഗ്ഡ് ലാൻഡ് എന്നാൽ എന്താണ്? വാട്ടർ ടേബിൾ വളരെ ഉയർന്നതും ഭൂമിയുടെ സർഫസിന് അടുത്തുള്ളതുമായ ഒരു സ്ഥലമാണ് വാട്ടർ ലോഗ്ഡ് ലാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അത്തരം സ്ഥലങ്ങളിൽ വാട്ടർ ടേബിളിന് തൊട്ട് മുകളിലുള്ള കാപ്പിലറി ഫ്രിഞ്ച് ഇല്ലായിരിക്കും കേട്ടോ. ക്ലേ സോയിലിൽ കാപ്പിലറി സോൺ ഉണ്ടായിരിക്കും. ഹാർഡ് റോക്കിൽ പൊറോസിറ്റി കുറവായതുകൊണ്ട് കാപ്പിലറി സോൺ ഉണ്ടാകില്ല. ഡീപ്പ് അക്വിഫേഴ്സ് ആണെങ്കിൽ വാട്ടർ ടേബിൾ വളരെ താഴെ ആയതുകൊണ്ട് കാപ്പിലറി സോൺ ഉണ്ടായിരിക്കും. അപ്പം കാപ്പിലറി സോൺ ഇല്ലാത്തത് എവിടെയാണ്? ഇവിടെ ഹാർഡ് റോക്കിൽ നമ്മൾ കാപ്പിലറി സോൺ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്നാലും വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ശരിക്കുള്ള പ്രിസൈസ് ആൻസർ വാട്ടർ ലോഗ്ഡ് ലാൻഡ് ആണ്. ഹാർഡ് റോക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നെഗ്ലിജിബിളി സ്മോൾ ആണ് കേട്ടോ. വളരെ ലിമിറ്റഡ് ആണ്, മിനിമൽ ആണ്. അതുകൊണ്ട് നമുക്കത് നെഗ്ലിജിബിളി സ്മോൾ ആണ്, അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വാട്ടർ ലോഗ്ഡ് ലാൻഡ് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ടർ ഇൻ ദ ഇന്റർമീഡിയറ്റ് സോൺ മൂവ്സ്. ഏതാണ്?
റാപ്പിഡ്ലി ബൈ ഗ്രാവിറ്റി, സ്ലോലി ബൈ ഇൻഫിൽട്രേഷൻ, ബൈ ഇവാപറേഷൻ, അപ്വേർഡ്. വാട്ടറിൻ്റെ ഇൻ്റർമീഡിയറ്റ് സോൺ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വളരെ സാവധാനത്തിൽ ഇൻഫിൽട്രേഷൻ വഴിയാണ് മൂവ് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് സോണിലുള്ള വാട്ടർ ഇൻഫിൽട്രേഷൻ വഴി സാവധാനത്തിൽ എന്ത് ചെയ്യും? താഴേക്ക് നീങ്ങും. റാപ്പിഡ്ലി ബൈ ഗ്രാവിറ്റി എന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ സ്വഭാവമാണ്. ഇൻ്റർമീഡിയറ്റ് സോണിൽ ഇവാപറേഷൻ സാധാരണ എന്ത് ചെയ്യുന്നില്ല? സംഭവിക്കുന്നില്ല. വാട്ടർ അപ്വേർഡ് നീങ്ങുന്നത് എപ്പോഴും എവിടെയാണ്? കാപ്പിലറി സോണിലാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ അറിയാലോ, സ്ലോലി ബൈ ഇൻഫിൽട്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് സോൺ സപ്പോർട്ട്സ് റൂട്ട് അബ്സോർപ്ഷൻ? റൂട്ട് അബ്സോർപ്ഷന് സഹായിക്കുന്നത് ഏതാണ്? ആൻസർ എന്താണ്? സോയിൽ വാട്ടർ സോൺ ആണ് അല്ലേ? ഇത് വേറൊരു രീതിയിൽ നേരത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ്? സോയിൽ വാട്ടർ സോണിലുള്ള വാട്ടറാണ് പ്ലാന്റ്സ് അവയുടെ വളർച്ചയ്ക്കായി റൂട്ട് അബ്സോർപ്ഷൻ വഴി ഉപയോഗിക്കുന്നത്. ഫ്രിയാറ്റിക് സോൺ നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് സോൺ ആണ്. ഇത് വളരെ ആഴത്തിലാണ്. അക്വിഫ്യൂജ് എന്നത് വാട്ടിനെ സ്റ്റോർ ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ കഴിവില്ലാത്ത ഒരു ഫോർമേഷനാണ് അക്വിഫ്യൂജ്. വാട്ടിനെ സ്റ്റോർ ചെയ്യാനും പറ്റത്തില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റത്തില്ല. കാപ്പിലറി സോൺ എന്ന് പറയുമ്പോൾ വാട്ടറും പ്ലാന്റ്സിനും ലഭ്യമാണ്. പക്ഷേ പ്രധാനമായും റൂട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത് സോയിൽ വാട്ടർ സോണിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26 എന്ന് പറയുന്നത് കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയുന്നത് എന്തിനെ കണക്ട് ചെയ്യുന്നു? എന്തിനെയാണ് കാപ്പിലറി ഫ്രിഞ്ച് കണക്ട് ചെയ്യുന്നത്? വഡോസ സോണിനെയും അതുപോലെ സാച്ചുറേറ്റഡ് സോണിനെയുമാണ് അല്ലേ? അതായത് കാപ്പിലറി ഫ്രിഞ്ച് എന്നത് അൺസാച്ചുറേറ്റഡ് സോണിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ്. ഇത് വഡോസ് സോണിനെയും സാച്ചുറേറ്റഡ് സോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്രാൻസിഷൻ സോണായിട്ടാണ് ഇത് ശരിക്കും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 27. എ ഷാലോ വാട്ടർ ടേബിൾ റെഡ്യൂസേഴ്സ്. ഒരു ഷാലോ വാട്ടർ ടേബിൾ എന്തിൻ്റെ തിക്നെസ് കുറയ്ക്കുന്നു എന്നാണ്? ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജിൻ്റെ ആണോ, കാപ്പിലറി റൈസിൻ്റെ ആണോ, ഇൻ്റർമീഡിയറ്റ് സോൺ തിക്നെസ് ആണോ, സോയിൽ പൊറോസിറ്റി ആണോ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർമീഡിയറ്റ് സോൺ തിക്നെസ് ആണ് കുറയ്ക്കുന്നത് കേട്ടോ. ഷാലോ വാട്ടർ ടേബിൾ റെഡ്യൂസസ് ഇൻ്റർമീഡിയറ്റ് സോൺ തിക്നെസ്. വാട്ടർ ടേബിൾ മുകളിലേക്ക് വരുമ്പോൾ ഇൻ്റർമീഡിയറ്റ് സോണിൻ്റെ തിക്നെസ് എന്ത് ചെയ്യും? കുറയും. വാട്ടർ ടേബിൾ വളരെ മുകളിലാണെങ്കിൽ ഈ സോൺ പൂർണ്ണമായിട്ടും എന്താകും? ഇല്ലാതാകും. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 28 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. കാപ്പിലറി വാട്ടർ ഇസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ. എവിടെയാണ് കാപ്പിലറി വാട്ടർ കാണപ്പെടുന്നത്? അൺസാച്ചുറേറ്റഡ് സോണിലാണ് അല്ലേ? ഓക്കെ, കാപ്പിലറി വാട്ടർ എന്നത് സോയിൽ പാർട്ടിക്കിൾസിന് ചുറ്റും ഫിലിമായി കാണപ്പെടുന്ന വാട്ടറാണ്. ഇത് സാധാരണയായി അൺസാച്ചുറേറ്റഡ് സോണിൻ്റെ ഭാഗമായ കാപ്പിലറി ഫ്രിഞ്ചിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത് എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? കാപ്പിലറി വാട്ടർ എന്നത് സോയിൽ പാർട്ടിക്കിൾസിന് ചുറ്റും ഫിലിമായി കാണപ്പെടുന്ന വാട്ടറാണ്. ഇത് സാധാരണയായിട്ട് അൺസാച്ചുറേറ്റഡ് സോണിൻ്റെ ഭാഗമായിട്ടുള്ള കാപ്പിലറി ഫ്രിഞ്ചിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. വാട്ടർ ടേബിൾ ക്യാൻ ബി മെഷേർഡ് യൂസിങ്. വാട്ടർ ടേബിൾ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നാണ്. വാട്ടർ ടേബിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പീസോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് പീസോമീറ്റർ ഉപയോഗിച്ചാണ് വാട്ടർ ടേബിളിൻ്റെ ലെവൽ അളക്കുന്നത്. ആ ലെവൽ എന്ത് ചെയ്യുന്നത്? അളക്കുന്നത്. പിന്നെന്താ? ടെൻസിയോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മീറ്റർ ഉണ്ട്. അത് സോയിലിൽ വാട്ടർ ടെൻഷൻ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ബാരോമീറ്റർ അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. ആൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ ഉയരം അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30. വാട്ടർ പ്രസൻറ്റ് ബിലോ ദ വാട്ടർ ടേബിൾ ഈസ് കാൾഡ്. വാട്ടർ ടേബിളിന് താഴെയുള്ള വാട്ടറിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ? വാട്ടർ ടേബിളിന് താഴെ പൂർണ്ണമായും സാച്ചുറേറ്റഡ് സോണിൽ കാണപ്പെടുന്ന വാട്ടറിനെയാണ് പൊതുവെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. സോയിൽ മോയ്സ്ചർ എന്നത് സോയിലുള്ള വാട്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്, ഗ്രൗണ്ട് വാട്ടർ അല്ല ഒരിക്കലും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31. ആൻ അക്വിഫർ ഈസ് എ ഫോർമേഷൻ ദാറ്റ്. ഈ ഒരു 31 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും അക്വിഫർ, അക്വിക്ലോഡ്, അതുപോലെ അക്വിഫ്യൂസിനെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അക്വിഫർ ഈസ് എ ഫോർമേഷൻ ദാറ്റ്. ഓപ്ഷൻസ് നോക്കാം. സ്റ്റോർസ് വാട്ടർ ഓൺലി, ട്രാൻസ്മിറ്റ് വാട്ടർ ഓൺലി. ബോത്ത് സ്റ്റോർസ് ആൻഡ് ട്രാൻസ്മിറ്റ് വാട്ടർ, റിജക്റ്റ് വാട്ടർ. അക്വിഫർ എന്താണ്? ഓർമ്മയുണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഈസ് എ ഫോർമേഷൻ ദാറ്റ് ബോത്ത് സ്റ്റോർസ് ആൻഡ് ട്രാൻസ്മിറ്റ് വാട്ടർ. സ്റ്റോർ ചെയ്യാനും വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? അക്വിഫർ എന്ന് പറയുന്നത്. അക്വിഫർ എന്നത് ഗ്രൗണ്ട് വാട്ടറിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിവുള്ള ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. സാൻഡ് സ്റ്റോൺ എന്നിവ ഇതിന് ഉദാഹരണമാണ്. അക്വിക്ലൂഡ് വാട്ടറിനെ സ്റ്റോർ ചെയ്യുമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല കേട്ടോ. സ്റ്റോറും ട്രാൻസ്മിറ്റും വരുന്ന അക്വിഫറാണ്. സ്റ്റോർ ചെയ്യുമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാത്തത് അക്വിക്ലൂഡാണ്. അക്വിഫ്യൂസ് എന്ന് പറഞ്ഞാലോ വാട്ടറിനെ സ്റ്റോർ ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടും ചെയ്യുന്ന ജിയോളജിക്കൽ ഫോർമേഷൻ ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? അക്വിഫർ സ്റ്റോറും ചെയ്യും ട്രാൻസ്മിറ്റും ചെയ്യും. അക്വിക്ലൂഡ് വാട്ടറിനെ സ്റ്റോർ ചെയ്യുമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അക്വിഫ്യൂസ് വാട്ടറിനെ സ്റ്റോർ ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. എ റോക്ക് ലെയർ ദാറ്റ് സ്റ്റോർസ് ബട്ട് ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് വാട്ടർ. ഏതാണ്? അക്വിക്ലൂഡ്. അത് ഓപ്ഷൻസിൽ ഡിസ്കസ് ചെയ്തതെന്നുള്ളൂ. മെയിനായിട്ട് അത് എന്താണെന്ന് അറിയണം എന്നുള്ളതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്വിക്ലൂഡ് എന്താണ്? സ്റ്റോർസ് ചെയ്യും പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല കേട്ടോ.
അപ്പോൾ അക്യൂ ക്ലൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു റോക്ക് ലെയർ ആണത്. ക്ലേ ഇതിന് ഉദാഹരണമാണ് കേട്ടോ. ക്ലേ ആണ് അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫോർമേഷൻ ദാറ്റ് നെയ്തർ സ്റ്റോർസ് നോർ ട്രാൻസ്മിറ്റ് വാട്ടർ. അതേതാണ് വരുന്നത്? അക്യൂ ഫ്യൂജ് ആണ്. സ്റ്റോർ ചെയ്യുകയില്ല, ട്രാൻസ്മിറ്റ് ചെയ്യുകയില്ല. അതാണ് അക്യൂ ഫ്യൂജ് എന്ന് പറയുന്നത്. അക്യൂ ഫ്യൂജിന് വാട്ടറിനെ സ്റ്റോർ ചെയ്യാനോ അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാനോ യാതൊരു കഴിവുമില്ല. അക്യൂ ഫ്യൂജിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാനൈറ്റ് വിത്തൗട്ട് ഫ്രാക്ചേഴ്സ്. ഒരു ഫ്രാക്ചേഴ്സും ഇല്ലാത്ത ഗ്രാനൈറ്റിൽ എന്ത് ചെയ്യത്തില്ല? വെള്ളം സ്റ്റോർസ് ചെയ്യത്തില്ല. ഓക്കെ. അതുപോലെ ഗ്രാനൈറ്റ് വിത്തൗട്ട് ഫ്രാക്ചേഴ്സ് എന്നത് പോഴ്സും ക്രാക്സും ഇല്ലാത്തത് കൊണ്ട് വാട്ടറിനെ സ്റ്റോർ ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഇതിന് കഴിയില്ല. അതുകൊണ്ട് ഇതൊരു അക്യൂ ഫ്യൂജിന് ഉദാഹരണമാണ്. ക്ലേ ഒരു അക്യൂ ക്ലൂഡാണ്. അതുപോലെ സാൻഡ് സ്റ്റോണും സാൻഡും ഒക്കെ അക്യുഫേഴ്സിന് ഉദാഹരണങ്ങളാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35 സിലബസിലുണ്ടോയെന്ന് അറിയത്തില്ല. അക്യൂ ടാർഡ് അതൊരു ഡൗട്ടാണ് കേട്ടോ. സിലബസ് അതിന് ക്വസ്റ്റ്യൻസിനോട് വന്നുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സെമി പെർമിയബിൾ ഫോർമേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്യൂ ടാർഡ് എന്ന് പറയുന്നത്. അതായത് അക്യൂ ടാർഡ് എന്നത് വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുമെങ്കിലും വളരെ കുറഞ്ഞ റേറ്റിൽ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ അക്യൂ ടാർഡ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സിലബസിൽ വായിച്ചതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ അൺകൺഫൈൻഡ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി അൺകൺഫൈൻഡ് അക്യുഫേഴ്സ് എന്താണെന്ന് നോക്കണം. അൺകൺഫൈൻഡ് ആയിട്ടുള്ള അക്യുഫേഴ്സ് എന്നുള്ളത് വാട്ടർ ടേബിൾ ആണ് കേട്ടോ. നോ വാട്ടർ ടേബിൾ 2 കൺഫൈനിങ് ലെയേഴ്സ്, നോ റീചാർജ്. അൺകൺഫൈൻഡ് അക്യുഫെയറിന് കൺഫൈനിങ് ലെയേഴ്സിൻ്റെ മുകളിൽ വാട്ടർ ടേബിൾ ഉണ്ടാകും. കൺഫൈൻഡ് അക്യുഫെയറിന് 2 കൺഫൈനിങ് ലെയേഴ്സും ഉണ്ടാകും കേട്ടോ. ഓക്കെ. 37ാമത്തെ ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 37ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇൻ ദ കൺഫൈൻഡ് അക്യുഫേഴ്സ് ഈസ് അണ്ടർ. ഏതിലാണ് വരുന്നത്? പ്രഷർ ഗ്രേറ്റർ ദാൻ. കൺഫൈൻഡ് അക്യുഫേഴ്സിൽ പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ. 38ാമത്തത് എ പെർച്ച്ഡ് അക്യുഫെയർ ഫോംസ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പെർച്ച്ഡ് അക്യുഫെയർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ്. എബോവ് ആൻ ഇംപെർമബിൾ ലെൻസ്. അതായത് പെർച്ച്ഡ് അക്യുഫെയർ എന്നത് പ്രധാന വാട്ടർ ടേബിളിന് മുകളിലായി ഒരു ഇംപെർമബിൾ ലെൻസിന് മുകളിലായി ഉണ്ടാകുന്ന ഒരു ചെറിയ വാട്ടർ ബിയറിംഗ് സോണാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? എബോവ് ആൻ ഇംപെർമബിൾ ലെൻസ് എന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. എ ലീക്കി അക്യുഫെയർ അലൗസ്. എന്തിനാണ് അനുവദിക്കുന്നതെന്നാണ്? ഡൗൺവേർഡ് ലീക്കേജിനെയാണ് കേട്ടോ. ലീക്കേജ്, അതായത് ലീക്കി അക്യുഫെയറിന് കൺഫൈനിങ് ലെയേഴ്സ് ഉള്ളതാണെങ്കിലും അതിലൂടെ വാട്ടറിന് ഡൗൺവേർഡ് ലീക്കേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ എന്തായിട്ട് വന്നത്? ഡൗൺവേർഡ് ലീക്കേജ് ആയിട്ട് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാർസീസ് ലോ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഗ്രൗണ്ട് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്. ഡാർസീസ് ലോ എക്സ്പ്ലെയിൻസ് ഗ്രൗണ്ട് വാട്ടർ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാർസീസ് ലോ ഈസ് വാലിഡ് ഫോർ. ഡാർസീസ് ലോ വാലിഡ് ആയിട്ടുള്ളത് എന്താണ്? ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ്, അതായത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ വിശദീകരിക്കുന്ന നിയമമാണ് ഡാർസീസ് ലോ എന്ന് പറയുന്നത്. ഇത് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതായത് പാളികളായിട്ടായിരിക്കും ഇത് ഒഴുകുന്നത്. ഓക്കെ. ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സാധാരണയായി നദികളിലും മറ്റും കാണപ്പെടുന്ന ഗ്രൗണ്ട് വാട്ടറിൽ ഫ്ലോയിലല്ല. ഗ്രൗണ്ട് വാട്ടറിൽ ലാമിനാർ ഫ്ലോ ആണ്. ടർബുലൻറ്റ് ഫ്ലോ ഒക്കെ നദികളിലൊക്കെയാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്മിസിവിറ്റി ഓഫ് ആൻ അക്വിഫർ റെഫേഴ്സ് ടു. എന്താണ് ട്രാൻസ്മിസിവിറ്റി എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലേ? എന്താണ് ട്രാൻസ്മിസിവിറ്റി എന്നത്? ഒരു അക്വിഫറിലൂടെ വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. വാട്ടർ സ്റ്റോറേജ് പൊറോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് എന്നത് ലീക്കേജുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. എന്താണ്? പൊറോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്. പൊറോസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വോളിയം ഓഫ് വോയിഡ്സ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, അതാണ് പൊറോസിറ്റി. പൊറോസിറ്റി എന്നത് ഒരു റോക്കിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ എത്ര ഭാഗം വോയിഡ്സ് ഉണ്ട് എന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. വാട്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് പൊറോസിറ്റി എന്ന്. എബിലിറ്റി ടു ഹോൾഡ് വാട്ടർ പൊറോസിറ്റിയുടെ ഫലമാണ്, പക്ഷെ നിർവചനമാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പം വോളിയം ഓഫ് വോയിഡ്സ് പെർ യൂണിറ്റ് വോളിയം എന്നാണ് ആൻസർ വരുന്നത്. പിന്നെ എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് വാട്ടർ പെർമിബിലിറ്റി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 44 എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഡിപ്പെൻസ് ഓൺ. എന്തിനാണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഡിപ്പെൻസ് ചെയ്യുന്നതെന്നാണ് ആൻസർ. ഗ്രെയിൻ സൈസ് ആൻഡ് പെർമിബിലിറ്റി ആണ് നമ്മുടെ ഉത്തരം. ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്നത് ഗ്രെയിൻ സൈൻസിനെ അതുപോലെ പെർമിബിലിറ്റിയൊക്കെ ആശ്രയിച്ചിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 45. സ്റ്റോറേജ് കോഎഫിഷ്യന്റ് ഈസ് ഹയസ്റ്റ് ഇൻ. എവിടെയാണ് സ്റ്റോറേജ് കോഎഫിഷ്യന്റ് ഹയസ്റ്റ് ആയിട്ടുള്ളത്? ഓർത്തിരിക്കുക. അൺകൺഫൈൻഡ് ആയിട്ടുള്ള അക്വിഫറിലാണ് സ്റ്റോറേജ് കോഎഫിഷ്യന്റ് ഹയസ്റ്റ് ആയിട്ടുള്ളത്. അൺകൺഫൈൻഡ് അക്വിഫറിന് വാട്ടർ ടേബിൾ ഉള്ളത് കൊണ്ടും വാട്ടർ ഗ്രാവിറ്റിയുടെ കാരണം പുറത്തേക്ക് വരുന്നത് കൊണ്ടും സ്റ്റോറേജ് കോഎഫിഷ്യന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അൺകൺഫൈൻഡ് അക്വിഫർ. സ്റ്റോറേജ് കോഎഫിഷ്യന്റ് കൂടുതലുള്ളത് അൺകൺഫൈൻഡ്
അക്വിഫറിനാണ്. അത് ആർട്ടിഷ്യൻ വെൽ ഫ്ലോസ് നാച്ചുറലി ബിക്കോസ് ആർട്ടിഷ്യൻ വെൽ എന്ന് പറയുന്നത് നല്ല സ്വാഭാവികമായി ഒഴുകി വരുന്നത് എന്തുകൊണ്ടാണെന്നാണ്. അത് ഇറ്റ് ഈസ് അണ്ടർ പ്രഷർ. ആർട്ടിഷ്യൻ വെൽ എന്നത് ഒരു കൺഫൈൻഡ് അക്വിഫറിൽ പ്രഷർ കൂടുതലായതുകൊണ്ട് വാട്ടർ സ്വാഭാവികമായി തന്നെ മുകളിലേക്ക് ഒഴുകി വരുന്നതാണ്. ഓക്കെ, അതാണ് ആർട്ടിഷ്യൻ വെൽ ഫ്ലോസ് നാച്ചുറലി ബിക്കോസ് എന്താണ് കാരണം? ഇറ്റ് ഈസ് അണ്ടർ പ്രഷർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. പെർമിയബിലിറ്റി റെഫേഴ്സ് ടു. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്തിനാണ്? മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ സോയിൽ. ഓക്കെ, പെർമിയബിലിറ്റി എന്നത് ഒരു പോറസ് മീഡിയത്തിന് വാട്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവിനെ, അതായത് വാട്ടറിന്റെ മൂവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. 48. അക്വിഫേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ ലെയേഴ്സ്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉള്ള അക്വിഫേഴ്സിനെ നമുക്ക് എന്ത് പേര് പറയാം? മൾട്ടി ലെയർ അക്വിഫേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒന്നിലധികം ലേയേഴ്സ് ഉള്ള അക്വിഫേഴ്സിനെ മൾട്ടി ലെയർ അക്വിഫേഴ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഡാർസീസ് വെലോസിറ്റി എന്നത് എന്താണ്? ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ എന്തുമാത്രം ഡിസ്ചാർജ് ഉണ്ടാകുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാർസീസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡാർസീസ് വെലോസിറ്റി എന്നത് ഒരു അക്വിഫറിലൂടെയുള്ള ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ആൻഡ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. ദ സിമ്പിൾ കോമൺലി യൂസ്ഡ് ഫോർ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ് എന്നാണ്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിന് ഐ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്ന സിമ്പിളാണ്, ആൻസർ വന്നിട്ടില്ല അല്ലേ? ഐ എന്ന് പറയുന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിന് ഐ. ടി എന്ന് പറയുന്നത് ട്രാൻസ്മിസിവിറ്റി ആണ്. കെ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റിക്കാണ് കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ എസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഈൽഡിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.